നമസ്കാരം കൂട്ടുകാരെ, ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അച്യുതാനന്ദൻ്റെ ഓർമ്മയായി VSനെ കുറിച്ചുള്ള ധാരാളം ഓർമ്മകൾ പലരും പങ്കുവച്ചു. എനിക്ക് പറയാനുള്ളത് വേറൊരു വിഷയമാണ്. അച്യുതാനന്ദൻ്റെ റെഡ് ഹാറ്റ്, ചുവന്ന തൊപ്പി, ഇതാണ് എനിക്ക് പറയാനുള്ള വിഷയം. എന്താണ് അച്യുതാനന്ദൻ്റെ ചുവന്ന തൊപ്പി എന്നത്? UDF സർക്കാർ സ്കൂൾ IT പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കേരള സർക്കാരിനെ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മൈക്രോസോഫ്റ്റുമായി കരാറുണ്ടാക്കിയ സമയത്താണ് ഭരണം മാറുന്നതും മൈക്രോസോഫ്റ്റിനെ മാറ്റി ഓപ്പൺ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറായ ലൈനക്സിലേക്ക്, റെഡ് ഹാറ്റിലേക്ക് മാറാൻ അച്യുതാനന്ദൻ തീരുമാനിച്ചത്. അത് വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു. മൈക്രോസോഫ്റ്റിൽ നിന്ന് ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ സർക്കാരിനുണ്ടാകുന്ന ലാഭങ്ങളും പിന്നൊരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടവും കൂടി അതിലുണ്ട്. കമ്പ്യൂട്ടർ പഠിക്കാൻ ഗൾഫിൽ അന്ന് കമ്പ്യൂട്ടർ പഠിക്കുന്ന സമയത്ത് പോകുന്നവർക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാകാൻ പോലെ 6 മാസത്തെ പഠനമുള്ള കാലഘട്ടമായിരുന്നു. അന്ന് ഗൾഫിൽ പോകുന്നവർ 80ൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വേർഡ് പെർഫെക്റ്റ്, ലോട്ടസ് 1 2 3, DBase എന്നുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ പഠിച്ചിട്ടാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആവാൻ പോവുക. അന്ന് ഓരോരോ ഓഫീസുകളിലും കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. മാറ്ററുകൾ ടൈപ്പ് ചെയ്യുക, അത്യാവശ്യ കണക്കുകളൊക്കെ ലോട്ടസ് 1 2 3 എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാം. ഡാറ്റകളൊക്കെ DBase 1 2 3 എന്ന സോഫ്റ്റ്വെയറിൽ സൂക്ഷിക്കുക. അതിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ പിന്നീട് വർഷങ്ങൾ തോറും വന്നുകൊണ്ടിരുന്നു. അവസാനം എനിക്ക് തോന്നുന്നു 90 കാലഘട്ടങ്ങളിലാണ് മൈക്രോസോഫ്റ്റ് വിൻഡോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇറക്കുന്നത്. അതിനുശേഷം വിൻഡോ 95 വന്നു, വിൻഡോ 2000 വന്നു. വിൻഡോസിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. വിൻഡോസുകാർക്ക് ആദ്യം വലിയ ഡിമാൻഡായിരുന്നു. ഇപ്പോൾ വിൻഡോസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ഉപയോഗിക്കുമ്പോഴുള്ള തകരാറെന്ന് വെച്ചാൽ 2 കാരണങ്ങളെന്ന് ആ കാലഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കും. ഒന്ന്, മൈക്രോസോഫ്റ്റിൻ്റെ പൈസ, വാല്യൂ, ആ സോഫ്റ്റ്വെയറിൻ്റെ വാല്യൂ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഗവൺമെൻറ് ഓഫീസുകളിലും മറ്റൊക്കെ അതിന് കാശ് കൊടുക്കണം, ഓരോരോ യൂസർക്കും കാശ് കൊടുക്കണം. മൾട്ടിനാഷണൽ കമ്പനികൾ, സ്കൂൾ പോലെയുള്ള കേസുകളിലൊക്കെ വമ്പിച്ച തുക കാശ് അതിന് ചിലവാകും. അതിന് കാരണം ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉണ്ടാക്കിയത് C എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയാണ് ഇത് ഉണ്ടാക്കിയത്. ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടി ആദ്യം പഠിച്ചതായിരുന്ന കോഴ്സുകളാണ് യുനിക്സും സിയും. ആ യുനിക്സാണ് എൻ്റെ ജീവിതത്തിലെ, എൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, അത് തന്നെയാണ്. അന്ന് യുനിക്സ് അമേരിക്കൻ ഗവൺമെൻറ് പബ്ലിക്കിന് യൂസ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചിരുന്നില്ല. അവരുടെ മിലിറ്ററി പർപ്പസിന് വേണ്ടിയായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. മിലിറ്ററി പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച യുനിക്സ് പിന്നീട് ലൈനക്സ് എന്ന പേരിൽ, യുനിക്സ് എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല. കാരണം യുനിക്സ് എന്ന് പറഞ്ഞാൽ അത് AT&T ബെൽ ലാബ്സ്, അമേരിക്കൻ ടെലിഫോൺസിൻ്റെ പ്രൊജക്റ്റാണ്. ആ പേരിൽ അതിൽ ഉപയോഗിച്ചാൽ AT&T കേസ് കൊടുക്കും. അപ്പോൾ അവർ പേര് മാറ്റി ലൈനക്സ് എന്ന രീതിയിലേക്ക് രംഗത്തിറക്കുകയുണ്ടായി. ലൈനക്സ് എന്ന പേരിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് ലൈനക്സുകൾ അന്ന് രംഗത്തിറങ്ങി. റെഡ് ഹാറ്റ് ലൈനക്സ്, മാൻട്രക് ലൈനക്സ്, സൂസി ലൈനക്സ്, അങ്ങനെ പല ലൈനക്സുകൾ പിന്നീട് രംഗത്തിറങ്ങി. വിൻഡോസിനായിട്ട് പൊരിഞ്ഞൊരു പോരാട്ടമാണ് സോഫ്റ്റ്വെയർ ലോകത്ത് വിൻഡോസും ലൈനക്സും തമ്മിലുണ്ടായിരുന്നത്. വിൻഡോസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് കോഡ് ആർക്കും കാണാൻ കഴിയില്ല. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുമെന്നല്ലാതെ കമ്പ്യൂട്ടറിൽ അത് എവിടെ കിടക്കുന്നു, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാണാൻ വളരെ പ്രയാസമാണ്. എന്തെങ്കിലും ഹിഡൻ അജണ്ട അതിൻ്റെ പുറകിലുണ്ടോ, എന്തെങ്കിലും ഹിഡൻ സോഫ്റ്റ്വെയർ അതിലുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ആ കാലഘട്ടത്തിലാണ് ലൈനക്സ് എന്ന് പറയുന്ന, ലൈനക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ലൈനക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയർ, വിൻഡോസിനേക്കാളുടെ അഡ്വാൻസ് ആയിട്ട് എല്ലാ സൗകര്യങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയത്. ഇത് രംഗത്തിറങ്ങിയതോടുകൂടി പല രാജ്യങ്ങളും ലൈനക്സുകൾ ഉപയോഗിക്കാൻ, ആദ്യമൊക്കെ അവരുടെ പ്രയാസങ്ങളൊക്കെ പഠിക്കാനുള്ള, കാരണം പഠിക്കുന്ന കുട്ടികൾ അധികവും വിൻഡോസ് പഠിച്ചതുകൊണ്ട് വിൻഡോസിനായിരുന്നു എല്ലാവരും മുൻഗണന കൊടുത്തിരുന്നത്. പക്ഷെ ക്രമേണ ചില രാജ്യങ്ങളുടെയും ചില സംസ്ഥാനങ്ങളുടെയും ആർജവങ്ങൾ കാരണം ലൈനക്സിലേക്ക് മാറുന്നൊരവസ്ഥയാണ് കണ്ടത്. ലൈനക്സിൽ നിന്ന് ലോകം മുഴുവൻ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് തന്നെ ലോകത്തുണ്ടായി. മൈക്രോസോഫ്റ്റിനെതിരെ ലോകത്ത് മുഴുവൻ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് എന്ന രീതിയിൽ
ലൈനക്സിൻ്റെ ഒരു മൂവ്മെൻറ്റുകൾ തന്നെ ലോകത്ത് മുഴുവൻ ഉണ്ടാകുകയും അത് ആദ്യമായിട്ട് കേരളത്തിൽ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കേരളത്തിലെ സ്കൂൾ IT പ്രൊജക്റ്റിൽ ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച കാര്യത്തിൽ അച്യുതാനന്ദൻ ധീരമായ ഒരു സ്റ്റാൻഡ് എടുക്കുകയുണ്ടായി. അത് കേരളത്തിന് ശേഷം പിന്നീട് തമിഴ്നാടാണ്. ഇന്ന് ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, പിന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുമാണ് ഇന്ന് ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഈ കാര്യത്തിൽ അച്യുതാനന്ദൻ എടുത്ത ധീരമായ നിലപാടും, അദ്ദേഹം ഒരു കർഷക IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും അദ്ദേഹം റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ഉപജ്ഞാതാവുമായിട്ട് മണിക്കൂറുകളോളം സംസാരിക്കുകയും അത് കേരളത്തിൽ കൊണ്ടുവരികയും ചെയ്ത ആ ധീരമായ നടപടി അത് കേരളത്തിന് സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല, നമ്മുടെ IT വിദ്യാഭ്യാസത്തിൽ അതുണ്ടാക്കിയ മാറ്റങ്ങൾ കേരളത്തിലെ ഇന്ന് ലോകത്ത് യുനിക്സ് വേൾഡുകളിൽ, ലൈനക്സിൻ്റെ വേൾഡിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ പ്രിലിമിനറി എഡ്യൂക്കേഷൻ മുതൽ ഹൈ എഡ്യൂക്കേഷൻ വരെ കേരളത്തിലെ ഫ്രീ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് സോഫ്റ്റ്വെയർ യുഗത്തിൽ അച്യുതാനന്ദന് അവകാശപ്പെട്ടതാണ്. നന്ദി സഖാവേ. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്ന എന്നെപ്പോലെയുള്ളവർക്കൊക്കെ ഒരു വളരെ ആശാവഹവും അത്ഭുതാവഹവുമായിരുന്നു അച്യുതാനന്ദൻ്റെ ഈ കടുത്ത തീരുമാനം. കാരണം ഫ്രീ സോഫ്റ്റ്വെയർ എടുക്കുക എന്ന് പറഞ്ഞത് രാഷ്ട്രീയക്കാർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഫ്രീ സോഫ്റ്റ്വെയറിൽ കാശ് കിട്ടില്ല, വളരെ അതിൻ്റെ ചിലവ് കുറഞ്ഞ പൈസക്ക് അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ചിലപ്പോൾ ഫ്രീ ആയിട്ട് എടുത്താലും അത് ആരും കേസ് കൊടുക്കില്ല. പിന്നെ സപ്പോർട്ട് കിട്ടാനെങ്കിൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലെ സപ്പോർട്ട് അതിന് കിട്ടും. ലോകത്തെല്ലാ സമയത്തും ലൈനക്സിൻ്റെ സപ്പോർട്ടുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചുകൊണ്ടാണ് സഖാവ് അച്യുതാനന്ദൻ ലൈനക്സ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തത്. അത് ധീരമായൊരു തീരുമാനമായിരുന്നു. എനിക്ക് അച്യുതാനന്ദന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ക്രെഡിറ്റ് ഈ സോഫ്റ്റ്വെയർ എടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചതായിരുന്നു.